നമസ്കാരം. അക്കൗണ്ടിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർ എങ്ങനെ റിഡീം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ ഡിസ്കസ് ദ ലീഗൽ പ്രൊവിഷൻ ഓർ കണ്ടീഷൻ ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. ഇപ്പൊ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് ഓർ കണ്ടീഷൻസ് ഫോർ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, എന്താണ് പ്രിഫറൻസ് ഷെയർ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ റിഡീം മീൻസ് ടു റീപേ. എന്താണ് റിഡീം എന്ന് പറഞ്ഞാൽ? റിഡീം മീൻസ് ടു റീപേ, കടം വീട്ടുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. റിഡീംഡ് മീൻസ് എന്താണ്? തിരിച്ചെടുക്കുക. നമ്മൾ കൊടുത്തൊരു സാധനം നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഒരു കാര്യം ഓർക്കുക, നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്താണ്? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് റിഡീം മീൻസ് ടു റീപേ. നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്, കടം വീട്ടുകയാണ്. റിഡീംഡ് മീൻസ് നമ്മൾ തിരിച്ചെടുക്കുകയാണ് എന്ന്. അപ്പൊ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ പെട്ടെന്ന് എന്തൊക്കെയാണെന്ന് നോക്കുക. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. നമുക്ക് ഈ അവസാനത്തെ രണ്ട് കാറ്റഗറിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പം ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ് ഈ കാണുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കൊരു ചോദ്യം വരാം, വാട്ട് യു മീൻ ബൈ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആൻഡ് വാട്ട് യു മീൻ ബൈ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ. എന്താ, അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ റിഡീമബിൾ ആ, തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ എന്താണ്? those shares which can be redeemed after a fixed period are called redeemable preference shares. അപ്പൊ എങ്ങനെയുള്ള ഷെയറുകളെയാണ് നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് വിളിക്കുന്നത്? യെസ്, those shares which can be redeemed after a fixed period. ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഷെയറുകളെയാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് വിളിക്കുന്നത്. നോർമലി നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് റിഡീം ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ, ടൈപ്പ് ഓഫ് ഷെയർസിനകത്ത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, സർട്ടൻ പീരീഡിന് ശേഷം അല്ലെ മച്യൂരിറ്റി ആകുമ്പോൾ നമുക്ക് ആ ഷെയറുകൾ എന്ത് ചെയ്യാം? റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇറഡീമബിൾ എന്തായിരിക്കും? irredeemable preference shares. Those shares which cannot be redeemed during the lifetime of a company are called irredeemable preference shares. അതായത് കമ്പനിയുടെ ലൈഫ് ടൈമിൽ വൈൻഡിങ് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. അതിനു മുമ്പായിട്ട് കമ്പനിയുടെ ലൈഫ് ടൈമിൽ ആ ഷെയറുകൾ തിരിച്ചെടുക്കാനായിട്ടോ ആ എമൗണ്ട് റീപേ ചെയ്യാനോ നമുക്ക് സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഷെയറുകളാണ് irredeemable preference share. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്താണ്? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മീൻസ് the repayment of preference share capital to preference shareholders during the lifetime of a company, either at the fixed date or after the expiry of stipulated period. അപ്പൊ എല്ലാ കാര്യങ്ങളും എന്താണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മീൻസ് എന്താണ്? റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ റീപേ ചെയ്യുകയാണ്. റിഡീം മീൻസ് റീപേ, നമ്മൾ ആദ്യമേ കണ്ടു. അപ്പൊ റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റല് റിഡീം ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കുന്നത് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് എ കമ്പനി, കമ്പനിയുടെ ലൈഫ് ടൈമിൽ തന്നെയാണ് ചെയ്യുന്നത്. ഐദർ അറ്റ് എപ്പോഴാണ്? ഫിക്സഡ് ഡേറ്റ്, നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഡേറ്റിലോ, ഓർ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് സ്റ്റിപ്പുലേറ്റഡ് പീരീഡ്, നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സ്പയറി ഡേറ്റിലോ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സ്പയറി ഡേറ്റിലോ ഈ ഷെയറുകൾ, അതായത് പ്രിഫറൻസ് ഷെയറുകൾ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയറുകൾ റിഡീം ചെയ്താൽ അതിനെ നമുക്ക് വിളിക്കുന്നതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഒരിക്കൽ കൂടി നോക്കുക. The redemption of preference shares means എന്താണ്? Repayment of preference share capital to preference shareholders during the lifetime of a company,
either at a fixed date or after the expiry of stipulated period. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം? റീപേയ്മെന്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റീപേ ചെയ്യുന്നു. ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. എപ്പോഴാണ്? ഡ്യൂറിംഗ് ദ ലൈഫ് ടൈം ഓഫ് എ കമ്പനി. കമ്പനിയുടെ ലൈഫ് ടൈമില് ഐദർ ഏതൊക്കെ ഡേറ്റ് ആണ്? രണ്ട് ഡേറ്റ് ഓർത്തിരിക്കുക. ഒന്നെങ്കിൽ ഫിക്സഡ് ഡേറ്റ്, നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഡേറ്റ്, അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റഡ് പീരീഡിന് ശേഷം, എക്സ്പയറി ഓഫ് പീരീഡിന് ശേഷം. ഇറ്റ് ഈസ് കോൾഡ് റിഡംപ്ഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. ഒരു മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ റിഡംപ്ഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ? അപ്പൊ ഇത് കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതിന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ തൊട്ടു മുന്നേ ഉള്ള 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസിനകത്ത് 2 ടൈപ്പ് ആണ്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയറിനെ കുറിച്ചാണ്, അതിന്റെ റിഡംഷനെ കുറിച്ചാണ്. അപ്പൊ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള അതുമായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ, അക്കോർഡിംഗ് ടു സെക്ഷൻ 55 ഓഫ് എ കമ്പനീസ് ആക്ട് 2013, കമ്പനീസ് ആക്ട് 1956 ഉണ്ട്, പക്ഷെ 2013 അമെൻഡ്മെന്റ് നടന്നുകൊണ്ട് നമ്മളിപ്പോൾ കമ്പനീസ് ആക്ട് അമെൻഡ്മെന്റ് 2030 ബേസ് ചെയ്താണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിലെ സെക്ഷൻ എന്താണ്? 55 പറയുന്നു, നോ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ഷാൽ ഇഷ്യൂ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? In India, the Companies Act permit Indian companies limited by shares to issue only redeemable preference shares which are redeemable within 20 years. എന്താണ്? റിഡീമബിൾ ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ലിമിറ്റഡ് ബൈ ഷെയർ ആണെങ്കിൽ. അത് എന്ത് ചെയ്തിരിക്കണം? വിത്തിൻ 20 ഇയേഴ്സിനുള്ളിൽ റിഡീമബിൾ ചെയ്യുകയും ചെയ്തിരിക്കണം. അതാണ് സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ റിഡീമബിൾ വിത്തിൻ ദ 20 ഇയേഴ്സ്. അപ്പൊ 20 ഇയേഴ്സിനുള്ളിൽ അത് റിഡീം ചെയ്തിരിക്കണം. But as per the rule of 10 of Companies Act, അപ്പൊ കമ്പനീസ് ആക്ട് റൂൾ 10 പറയുന്നു, ഷെയറിനെ ഡിബഞ്ചറിനെ സംബന്ധിക്കുന്ന റൂള് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ്? കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു. അവിടെ എന്താ പറയുന്നത്? എ കമ്പനി എൻഗേജ്ഡ് ഇൻ എ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് മേ ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് ഫോർ എ പീരീഡ് എക്സീഡിംഗ് 20 years but not exceeding 30 years. സാധാരണ രീതിയിൽ എങ്ങനെയാണ്? പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ റിഡീമബിൾ വിത്തിൻ ദ 20 years ആണ് എങ്കിൽ, അതിന്റെ മച്യൂരിറ്റി പീരീഡ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി എന്ന് പറയുന്നത് 20 ഇയേഴ്സ് ആണ് എങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന് വേണ്ടിയാണ് പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പീരീഡ് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? എക്സീഡിംഗ് 20 ഇയേഴ്സ്. 20 ഇയേഴ്സിനേക്കാൾ കൂടുതൽ പറ്റും, ബട്ട് നോട്ട് എക്സീഡിംഗ് 30 ഇയേഴ്സ്. 30 വർഷത്തിൽ കൂടാനും പാടില്ല. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിനകത്ത് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ നോക്കുക, the company cannot retain its share capital to the shareholders during the lifetime without the permission of the court. നോർമൽ കേസ് നമുക്കറിയാം, ഷെയർ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല ഇഷ്യൂ ചെയ്യുന്നത്. കമ്പനി cannot retain its share capital to its shareholders during the lifetime of a company. കമ്പനിയുടെ ലൈഫ് ടൈമില് കോർട്ടിന്റെ പെർമിഷൻ ഇല്ലാതെ, അതായത് ഒരു കോർട്ട് ഓർഡർ ഇല്ലാതെ, ഒരു പെർമിഷൻ ഇല്ലാതെ നമുക്ക് എന്താണ് ഷെയറുകൾ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ നോക്കുക, ബട്ട് ദ പെർമിഷൻ ഓഫ് എ കോർട്ട് ഈസ് നോട്ട് നെസസറി ഫോർ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇപ്പൊ പ്രിഫറൻസ് ഷെയർസിന്റെ കേസിനകത്ത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ കോർട്ടിന്റെ പെർമിഷൻ ഇല്ലെങ്കിലും നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ 3 കാര്യങ്ങൾ കൂടി എന്താണ് നമ്മൾ ആദ്യം പഠിച്ചിരിക്കുന്ന റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ലീഗൽ പ്രൊവിഷൻ ഓർ കണ്ടീഷൻ ഫോർ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യമാണ്. നമ്മള് പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ലീഗൽ പ്രൊവിഷൻസ് ഓർ കണ്ടീഷൻ ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അപ്പൊ കമ്പനീസ് ആക്ട് 2030 സെക്ഷൻ 55 അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന ലീഗൽ പ്രൊവിഷൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നു, there must be a provision in the articles of association regarding the redemption of a preference shares. വളരെ വ്യക്തമാണ്. ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് പ്രൊവിഷൻ ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എവിടെ പറഞ്ഞിരിക്കണം? നിങ്ങൾ റിഡംഷൻ നടത്തണമെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അങ്ങനെ ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് നടത്താൻ സാധിക്കത്തുള്ളൂ? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് പോസിബിൾ ആകത്തുള്ളൂ. ഫസ്റ്റ് ലീഗൽ കണ്ടീഷൻ, ലീഗൽ പ്രൊവിഷൻ എന്ന് പറയുന്നതാണ് there must be a provision in the articles of association regarding the reduction of preference shares. വളരെ സിമ്പിൾ ആണ്, ഓർത്തിരിക്കുക ഇത്രയും കാര്യം. പ്രൊവിഷൻ ഇൻ ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്തിരിക്കണം. സെക്കൻഡ് കേസ് പറയുന്നു, no such shares can be redeemed unless they are fully paid up.
അപ്പൊ എന്താണ്, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകൾ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെ റിഡംഷൻ നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ദാറ്റ് മീൻ ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റിഡീംഡ്. വളരെ വ്യക്തമല്ലേ? എങ്ങനെയാണ്? ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി റിഡീംഡ്. അപ്പൊ റിഡീം ചെയ്ത പ്രിഫറൻസ് ഷെയർസ് എങ്ങനെയായിരിക്കണം? ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കണം. അരിയേഴ്സ് ഒന്നും വരുത്താനായിട്ട് പാടില്ല. 10 രൂപയുടെ ഷെയർ ആണെങ്കിൽ 10 രൂപ നമുക്ക് കളക്ട് ചെയ്തിരിക്കുന്ന ഷെയറുകളായിരിക്കണം. ഇൻ അതർ വേർഡ്സ് ദ പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർസ് cannot be redeemed. അപ്പൊ വളരെ വ്യക്തമാണ്. ഇൻ ദിസ് കേസ് എന്താണ്, the company has partly paid up preference shares. It must be that they are made fully paid up before they are redeemed. അപ്പൊ നമ്മൾ റിഡീം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്, അല്ലെ റിഡീം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണ്, പാർട്ട്ലി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ഷെയറുകളൊക്കെ ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കിയിരിക്കണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? The only fully paid up preference shares can be redeemed. First one എന്താണ്? The provision in the articles of association, and the second one is the fully paid up preference shares can be redeemed. രണ്ട് പോയിന്റുകൾ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ condition or provision എന്താണ്? The preference shares can be redeemed either out of profit of a company which would otherwise be available for dividend or out of the proceeds of the fresh issue of shares made for the purpose of redemption. അപ്പം പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലിരിക്കുന്ന ഷെയർ ഞാൻ എന്താണ്, തിരിച്ചു മേടിക്കുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം? പേയ്മെന്റ് കൊടുക്കണം, ക്യാഷ് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം? The preference share can be redeemed either out of profit of a company. Profit of the company, കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. Which would be otherwise be available or dividend. Or എന്താണ്, out of the proceeds of a fresh issue of shares. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? റിഡംഷൻ നടത്താനായിട്ട് സാധിക്കും. അപ്പൊ പ്രോഫിറ്റിൽ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്തിയാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ റിഡീം ഐദർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി വിച്ച് വുഡ് ബി അതർവൈസ് ബി അവൈലബിൾ ഫോർ ഡിവിഡൻഡ്, യെസ്, ഓർ ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് എ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. മൂന്നാമത്തെ പോയിന്റ്. അപ്പൊ ആ പോയിന്റിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, these share cannot be redeemed out of the proceeds of a fresh issue of debenture or out of the sale of any property of the company. ഇങ്ങനെ നമ്മൾ എന്താണ്, റിഡീം ചെയ്യുന്ന സമയത്ത് ഫിനാൻസ് കണ്ടെത്താനായിട്ട് തൊട്ടുമുന്നേ നമ്മളൊരു കാര്യം പറഞ്ഞു, പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രഷ് ഇഷ്യൂ നടത്താമെന്ന്. അപ്പൊ ഇങ്ങനെ നമ്മൾ റിഡീം ചെയ്യുന്ന സമയത്ത് cannot be redeemed out of the proceeds of the fresh issue of debenture. ഷെയർ ഇഷ്യൂ ചെയ്ത് നമുക്ക് ക്യാഷ് കളക്ട് ചെയ്താൽ റിഡീം ചെയ്യാം. പക്ഷെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് കളക്ട് ചെയ്ത് അതുവഴി നമുക്ക് എന്താണ്, ഒരു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ എന്താണ്, ഔട്ട് ഓഫ് ദ സെയിൽ പ്രൊസീഡ്സ് ഓഫ് എനി പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും വിറ്റ് അതിൽ നിന്ന് പൈസ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിഡംഷൻ നടത്താൻ സാധിക്കത്തില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ ആ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് ഡിബഞ്ചർ ആകാൻ പാടില്ല. ഷെയറിന്റെ ഫ്രഷ് ഇഷ്യൂ നടത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് റിഡംഷൻ നടത്താം. പക്ഷെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ഫ്രഷ് ഇഷ്യൂ നടത്തി ആ പൈസ കളക്ട് ചെയ്ത് നമുക്ക് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ സാധിക്കത്തില്ല. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് എനി പ്രോപ്പർട്ടി. കമ്പനിയുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് വിറ്റുകൊണ്ട് നമുക്ക് ക്യാഷ് കളക്ട് ചെയ്ത് റിഡീം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫിനാൻസ് എങ്ങനെയൊക്കെ കണ്ടെത്താന്നുള്ളതിനെ കുറിച്ചാണ് ഈ സബ് പോയിന്റുകളിൽ പറയുന്നത്. രണ്ടാമത് പറയുന്നു, ഈ ഫ്രഷ് ഷെയർസ് ഹാവ് ബീൻ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. ഫ്രഷ് ഇഷ്യൂ നടത്താമെന്ന് നമ്മൾ പറഞ്ഞു. ആ ഫ്രഷ് ഇഷ്യൂ ഷെയർ എന്ന് പറയുന്നത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 10 രൂപയുടെ ഷെയർ 12 രൂപയ്ക്കോ 13 രൂപയ്ക്കോ 15 രൂപയ്ക്കോ ആണ് വിൽക്കുന്നതെങ്കിൽ the amount of premium received should not be included in the term. അതിൽ കിട്ടുന്ന പ്രീമിയം എമൗണ്ട് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? The amount of premium received should not include in the term the proceeds of fresh issue of shares for the purpose of redemption of preference shares. അപ്പൊ ഏത് മാത്രമേ പറ്റത്തുള്ളൂ? 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ നമ്മൾ 2 രൂപ പ്രീമിയത്തിൽ 12 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ഫേസ് വാല്യൂ മാത്രമേ നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തുള്ളൂ. 1 രൂപ പ്രീമിയത്തിന്റെ 2 രൂപ നമുക്ക് റിഡംഷന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എമൗണ്ട് ഓഫ് പ്രീമിയം റിസീവ്ഡ് ഷുഡ് നോട്ട് ഇൻക്ലൂഡ് ദ ടൈം. അപ്പൊ പ്രീമിയം എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കുക.
എത്രയാണോ ഷെയറിന്റെ വില ആ വിലയ്ക്കുള്ള എമൗണ്ട് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? റിഡംഷന് വേണ്ടി യൂസ് ചെയ്യാം. അടുത്ത മൂന്നാമതൊരു സോഴ്സ് കൂടെ പറയുന്നു. ഏതാണ്? However, if the shares have been issued at a discount, ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ് എങ്കിൽ the term proceeds of fresh issue of shares means the net amount received against the issue of shares. എങ്ങനെയാണ് നെറ്റ് എമൗണ്ട് എടുക്കുക? നോമിനൽ വാല്യൂ മൈനസ് ഡിസ്കൗണ്ട്. 10 രൂപയുടെ ഷെയർ നമ്മൾ 8 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ 2 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള 8 രൂപ വെച്ച് ഓരോ ഷെയറിന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ എമൗണ്ട് മാത്രമേ നമുക്ക് എന്തിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിനകത്ത് സാധിക്കത്തുള്ളൂ. യെസ്, അപ്പൊ അതാണ് ആ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റുകൾ എന്ന് പറയുന്നത്. ലീഗൽ പ്രൊവിഷൻ ഓഫ് കണ്ടീഷൻ ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റിനകത്ത് പറയുന്നത് ഫോർത്ത് കണ്ടീഷൻ എന്താന്ന് നോക്കാം. ഇഫ് ദ പ്രിഫറൻസ് ഷെയർസ് ആർ റിഡീമബിൾ അറ്റ് എ പ്രീമിയം, പ്രീമിയത്തിലാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ, അതായത് പ്രിഫറൻസ് ഷെയർ നമ്മൾ റിഡീം ചെയ്യുകയാണ്, ആ റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ 10 രൂപ വാല്യൂ ഉണ്ടായിരുന്നത് 12 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാൾ കൂടിയ എമൗണ്ടിനാണ് ഞാൻ റിഡീം ചെയ്യുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇഫ് ദ പ്രിഫറൻസ് ഷെയർസ് ആർ റിഡീമബിൾ അറ്റ് എ പ്രീമിയം, then the premium on redemption must be provided for either out of the profit of a company or out of a securities premium before the commencement of Companies Act 2013. Companies Act 2013 മുമ്പ് 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രീമിയം എമൗണ്ട് നമുക്ക് റിഡീം ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ്? പ്രീമിയം ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഫോർ ഐദർ of the profit of the company or out of the securities premium. 2 ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഇപ്പം വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് നോക്കാനുള്ളത്, it may be noted that premium on redemption of preference shares can be provided both out of revenue as well as the capital profit actually realized. അപ്പം പറഞ്ഞിരിക്കുന്നതാണ് redemption of preference shares can be provided. എങ്ങനെയാണ്? both out of revenue as well as capital profit. റവന്യൂ പ്രോഫിറ്റിൽ നിന്നും ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും ആക്ച്വലി റിലീസ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. ഇനി നമുക്ക് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കാം. The profit made simply because of revaluation of asset. അസറ്റ് റീവാലുവേഷൻ നടത്തി നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. The revaluation not be used for the payment of premium on the redemption of preference shares reserve. അല്ലെങ്കിൽ എന്താണ്? The asset should not be used for the payment of premium. എങ്ങനെ പറയുന്നത്? The profit made simply because of the revaluation of asset should not be used for the payment of premium. അപ്പം അസറ്റ് റീവാല്യൂ ചെയ്ത് നമുക്ക് ഫിനാൻസ് കിട്ടിയാലും ആ ഫിനാൻസ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാൻ പറ്റത്തില്ല? പ്രീമിയം റിഡീം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് പറയുന്നത്. മൂന്നാമതൊരു കാര്യം പറയുന്നതാണ് ബോത്ത് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് പ്രീമിയം. നമ്മൾ നേരത്തെ ഷെയർ ഇഷ്യൂ ചെയ്ത് നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിരിക്കുന്ന പ്രീമിയം നമ്മൾ എന്താണ്? ഒരു അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ബോത്ത് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് പ്രീമിയം ആസ് വെൽ ആസ് ദ പ്രീമിയം കളക്ടഡ് അറ്റ് ദ ടൈം ഓഫ് ദ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഫ്രഷ് ഇഷ്യൂ നടത്തിയപ്പോൾ കിട്ടിയ സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്, പ്രീവിയസ് നമ്മൾ ഇഷ്യൂ നടത്തിയപ്പോൾ ഉള്ള സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്. രണ്ടും നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനകത്ത് ആ പ്രീമിയം എമൗണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? They can be used for writing of premium on the redemption of preference shares as per the Companies Act 1956. അപ്പൊ അങ്ങനെ കിട്ടിയിരിക്കുന്ന പ്രീമിയം കമ്പനീസ് ആക്ട് 1956 പ്രകാരം നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. Can be used for writing of the premium on the redemption of preference share. അപ്പം അത് സാധ്യമായിരുന്നു. പക്ഷേ ഇതൊക്കെ എപ്പോഴാണ്? കമ്പനീസ് ആക്ടിന് നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. നേരത്തെ മീൻസ് 2013 അമെൻഡ്മെന്റിന് മുമ്പുള്ള കാര്യം. ഇപ്പോഴത്തെ സംഭവം എന്താണെന്ന് നോക്കുക. Now all the Indian companies are governed by the section 133 of the Companies Act 2013. Companies Act 2013 സെക്ഷൻ 133 അനുസരിച്ചാണ് ഇപ്പൊ എന്താണ് കമ്പനിയുടെ സ്റ്റാൻഡേർഡ്സുകളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം how to compare with the accounting standards prescribed for them. Hence the securities premium cannot be utilized for the premium payable on the redemption of preference shares. 2013 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? സെക്യൂരിറ്റീസ് പ്രീമിയം cannot be utilized for the premium payable on the redemption of preference shares. പ്രീമിയം റിഡീം ചെയ്യാനായിട്ട് സെക്യൂരിറ്റീസ് പ്രീമിയം എമൗണ്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. In such a case, premium on redemption must be provided only out of profit.
ഇപ്പം പറഞ്ഞിരിക്കുന്ന സ്ഥിതി അനുസരിച്ച് എങ്ങനെ മാത്രമേ സാധിക്കത്തുള്ളൂ? ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അപ്പൊ നമ്മൾ നാലാമത്തെ പോയിന്റിലാണ് തുടങ്ങിയത്. നാലാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഇഫ് ദ പ്രിഫറൻസ് ഷെയർസ് ആർ റിഡീമബിൾ അറ്റ് ദ പ്രീമിയത്തിലാണ് എങ്കിൽ then the premium on the redemption must be provided for either out of profit of the company or out of securities premium. രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം. പക്ഷെ ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ നോക്കിയപ്പോ മനസ്സിലായി കമ്പനീസ് ആക്ട് 2030 പ്രകാരം എന്ത് മാത്രമേ സാധിക്കത്തുള്ളൂ? പ്രീമിയം ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഓൺലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് നിന്ന് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് മാത്രമേ റിഡംഷൻ പറ്റത്തുള്ളൂ. ഫിഫ്ത് പോയിന്റിൽ പറയുന്നത് എന്താണ്? when the preference shares are redeemed out of a profit. preference shares പ്രോഫിറ്റിൽ യൂസ് ചെയ്തുകൊണ്ടാണ് redeem ചെയ്യുന്നതെങ്കിൽ when the preference shares are redeemed out of profit and amount equal to the nominal value of preference shares, so redeemed must be transferred to the capital redemption reserve. അപ്പൊ എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട്, അതായത് എമൗണ്ട് ഈക്വൽ ടു ദ നോമിനൽ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പ്രിഫറൻസ് ഷെയർസിന്റെ നോമിനൽ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് മസ്റ്റ് ബി ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നാ പറയുന്നത്. ആറാമത്തെ പോയിന്റ് പറയുന്നു such capital redemption reserve can be used for issuing fully paid bonus shares to the shareholders. എന്താ പറഞ്ഞേ? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. തൊട്ട് മുന്നേ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിന്റെ കാര്യം പറഞ്ഞു. such capital redemption reserve can be used for issuing. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? for issuing fully paid bonus shares to shareholders. എക്സിസ്റ്റിംഗ് ഷെയർഹോൾഡേഴ്സിന് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ എന്താ അതിന്റെ ഒരു അഡ്വാൻറ്റേജ്? the advantages such as the transfer would be that the preference shares capital redeemed would be replaced by the capital redemption reserve. Thus the interest of the stakeholders would be protected. അപ്പം സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ആറാമത്തെ കണ്ടീഷൻ പറഞ്ഞു. ഏഴാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താണ്? the redemption of preference shares should not be regarded as a redemption of the authorized capital of the company and as such a reduced shares should remain the part of the authorized capital. ഏഴാമത്തെ പോയിന്റിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു redemption of preference shares should not be regarded as the reduction of the capital of a company. അതായത് പ്രിഫറൻസ് ഷെയർ നമ്മൾ എന്താണ് റിഡീം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ should not be regarded as the reduction in the authorized capital of a company. കമ്പനിയുടെ authorized capital റിഡക്ഷൻ നടത്തുക എന്നല്ല. and such the reduced share should remain the part of authorized capital. ആ ഷെയർ എന്തിന്റെ ഭാഗം തന്നെയാണ്? authorized capitalന്റെ ഭാഗം തന്നെയാണ്. ലീഗൽ പ്രൊവിഷനിൽ പറയുന്നു, കണ്ടീഷനിൽ പറയുന്നു. നെക്സ്റ്റ് അടുത്ത പോയിന്റിനകത്ത് എന്താ പറയുന്നത് നോക്കാം. എട്ടാമത്തെ പോയിന്റ്, a company may issue preference shares for a period exceeding 20 years but not exceeding 13 years of infrastructure project. നമ്മൾ തുടക്കത്തിലെ കണ്ടു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന് ഒരു മച്യൂരിറ്റി പീരീഡ് ഉണ്ട്, ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതെങ്ങനെയാണ്? 20 years ആണ് നോർമൽ കേസിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് എത്ര വരെ ഉണ്ട്? മോർ ദാൻ 20 years but less than 30 years. അപ്പൊ പീരീഡ് എക്സീഡിംഗ് 20 years but not exceeding 13 years for infrastructure project. That subject to redemption of minimum 10% of such preference shares from the 21st years onwards. 21ാമത്തെ വർഷം തൊട്ട് 10% വെച്ച് എന്താണ്? മിനിമം 10% വെച്ച് റിഡംഷൻസ് നടത്തണം. അത് പ്രൊപ്പോർഷനേറ്റ് ബേസിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. 9th പോയിന്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. As per the section 55 subsection 3 of Companies Act 2013, it is possible for reduction of unredeemable preference shares by the issue of further preference shares with the consent of holders of 75% in the value of such preference shares and with the approval of NCLT, National Company Tribunal. National Company Tribunalന്റെ NCLTയുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ സെക്ഷൻ 55 സബ്സെക്ഷൻ 3 കമ്പനീസ് ആക്ടിനകത്ത് പറയുന്നു ഇറ്റ് ഈസ് പോസിബിൾ റിഡംഷൻ ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ. നമ്മൾ പറഞ്ഞു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസെ നമുക്ക് റെഡീം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ചെയ്യാം ബൈ ഇഷ്യൂ ഓഫ് ഫർദർ പ്രിഫറൻസ് ഷെയർസ്. പുതിയ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് വിത്ത് കൺസെന്റ് ഓഫ് ഹോൾഡർ ഓഫ് 75% ഇൻ ദ വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്.
ആരുടെ കൺസെന്റ് ഉണ്ടായിരിക്കണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ കൺസെന്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് 10ാമത്തെ പോയിന്റ് പറയുന്നു, such class of companies whose financial statement comply with the accounting standards prescribed cannot utilize the securities premium for providing the premium payable on the redemption of preference shares. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ they cannot utilize the securities premium. Securities premium എന്തിനു യൂസ് ചെയ്യാൻ പറ്റത്തില്ല? For providing the premium payable on the redemption of preference shares. Preference shares redeem ചെയ്യുന്ന സമയത്തുള്ള പ്രീമിയം വീട്ടാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ലാസ്റ്റ് 11th പോയിന്റിനകത്ത് പറയുന്നു, സിമിലർലി എന്താണ്, റീവാലുവേഷൻ റിസർവ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഓഫ് പ്രീമിയം ഓൺ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസിന്റെ പ്രീമിയം റിഡീം ചെയ്യാനായിട്ട് റീവാലുവേഷൻ റിസർവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മൾ എന്താണ് നേരത്തെ ഒരു പോയിന്റിനകത്ത് ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഇപ്പൊ 11 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലീഗൽ പ്രൊവിഷൻസ് ഓർ കണ്ടീഷൻസ് ഫോർ ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നമുക്കത് പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റുകൾ ഒന്ന് നമുക്ക് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ദ മെയിൻ ലേണിംഗ് പോയിന്റ് ഫോർ അക്കൗണ്ടിംഗ് പർപ്പസ്. അക്കൗണ്ടിംഗ് പർപ്പസിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ മാത്രം നോക്കുക. ഫസ്റ്റ് വൺ എന്താണ്? The fully paid up preference shares can be redeemed. നമ്മൾ കണ്ടു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മൾ കണ്ടതാണ് fully paid up preference shares can be redeemed. Partly paid up preference shares cannot be redeemed. fully paid up preference shares മാത്രമേ redeem ചെയ്യാൻ പറ്റത്തുള്ളൂ. partly paid up ആണെങ്കിൽ അത് റിഡംഷന് മുമ്പായിട്ട് fully paid up shares ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ഓർത്തിരിക്കുക. പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, പ്രോബ്ലം ചെയ്യുന്നതിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കുക. സെക്കൻഡ് വൺ പറയുന്നു, the preference shares can be redeemed either out of divisible profit or out of proceeds of a fresh issue of shares. out of profit, out of divisible profit ൽ നിന്നോ അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്തിയോ ഫിനാൻസ് കണ്ടെത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാം. അപ്പൊ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് സോഴ്സ് ഓഫ് ഫിനാൻസ് റിഡീം ചെയ്യാനായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ fresh issue of shares. Third one ഓർത്തിരിക്കുക, if the preference shares are redeemed at a premium, പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നെങ്കിൽ, കുറെ സബ് പോയിന്റുകളൊക്കെ നമ്മൾ കണ്ടു, ഈ പോയിന്റ് ഓർത്തിരിക്കുക. if the preference shares are redeemable at a premium, then such a premium on redemption must be provided for out of the profit of the company only as per the section 133 of the Companies Act 2030. എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? such a premium on redemption must be provided out of the profit of the company. ആ പ്രീമിയം എവിടുന്ന് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ? out of the profit of the company. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് മാത്രമേ നമുക്ക് പ്രീമിയം റിഡീം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. in case the preference shares are redeemed at a premium. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് പറയുന്നു, when the preference shares are redeemed out of a profit, പ്രോഫിറ്റിൽ നിന്നാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ, ആൻഡ് എമൗണ്ട് ഈക്വൽ ടു ദ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ടു redeemed must be transferred to capital redemption reserve. പ്രോഫിറ്റ് യൂസ് ചെയ്താണ് ഫുൾ എന്താണ് നമ്മുടെ പ്രിഫറൻസ് ഷെയർസും റിഡീം ചെയ്യുന്നതെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള, അതിന്റെ നോമിനൽ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്തിരിക്കണം? ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. shares എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? നോമിനൽ വാല്യൂ ഓഫ് ഷെയർസോ റെഡീംഡ് മസ്റ്റ് ബി ട്രാൻസ്ഫർഡ് ടു ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. അഞ്ചാമത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, the capital redemption reserve can be used for issuing fully paid bonus shares to the shareholders. അപ്പൊ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എങ്ങനെയാണ്? can be used for issuing fully paid bonus shares to shareholders. ഷെയർഹോൾഡേഴ്സിന് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 11 പോയിന്റുകളെ കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മെയിൻ 5 പോയിന്റ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ redeemable preference shares and irredeemable preference shares, what you mean by redemption of preference shares, what are the conditions or provisions relating to the redemption of preference shares. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്തൊരു 11 പോയിന്റുകൾ, 11 കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ 11 കണ്ടീഷനെയും നമ്മൾ എന്താണ് കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 5 പോയിന്റുകൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കുക അക്കൗണ്ടിംഗ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിനെ
സംബന്ധിക്കുന്ന ബാക്കി തിയറി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ പ്രാക്ടിക്കൽ പ്രോബ്ലവുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.